നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിലെങ്ങനെയാണ് നല്ലൊരു അരോണ പായസം തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഉണക്കലരിയാണ് വേണ്ടത്. അതായത് നെല്ല് വെയിലത്തുണക്കിയിട്ട് പച്ചയ്ക്ക് കുത്തിയിരിക്കുന്ന തവിടോട് കൂടിയിട്ടുള്ള പച്ചരി. ഇതുപോലെ ഇത്രയും നുറുങ്ങിയിട്ടുള്ള പച്ചരി വേണ്ട. ഒന്ന് നുറുങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ മുഴുവനോടെയുള്ള അരിയാണെങ്കിലും കുഴപ്പമില്ല. ഇത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്, 200 ഗ്രാം. ഇനി നമുക്ക് 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ വെള്ളം കളഞ്ഞിട്ടൊന്ന് വേവിക്കാം. അടികട്ടിയുള്ള ഒരു ഉരുളിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. ഇതോടെ ഇരുന്ന് വേവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ട ശർക്കരയായിരിക്കും അരോണ പായസം ഉണ്ടാക്കാനായിട്ട് നല്ലത്. നമ്മൾ എത്രയാണ് അരി എടുത്തത് അതിൻ്റെ 4 ഇരട്ടി ശർക്കരയാണ് അരോണ പായസം ഉണ്ടാക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം അരിയല്ലേ, അതുകൊണ്ടൊരു 800 ഗ്രാം ശർക്കരയാണ് പായസത്തിന് വേണ്ടത്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം വേണമെങ്കിൽ നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 600 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി വെന്ത് വരുമ്പോഴേക്കും ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്നാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതിയേ. ഇതിപ്പോൾ മുഴുവനായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് അലിഞ്ഞാൽ മാത്രം മതി. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ശർക്കരേൻ്റെ അഴുക്ക് കിടക്കുന്നതാണ്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് സ്പൂൺ കൊണ്ടങ്ങ് വെട്ടി മാറ്റി കളയാം. അരി അപ്പുറത്തെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ചിട്ടൊന്നുമില്ല. അതുപോലെ അരി ഇടുന്ന സമയത്ത് കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകിയിട്ട് അപ്പം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ചൂടുവെള്ളത്തിലേക്ക്. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് അരി നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് മലർന്നു പോകേണ്ട ആവശ്യമില്ല. ഉള്ളരി ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഒരു 3/4 ഭാഗമൊക്കെ വെന്താൽ മതി. ശർക്കരപ്പാനി ഒഴിച്ചു കഴിയുമ്പോൾ അരി ഒന്നും കൂടി ഒന്ന് കടുപ്പായി വരും. അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ചിലപ്പോൾ ഓരോ അരിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ 5 കപ്പ് വെള്ളമായിരുന്നു ഒഴിച്ചിരുന്നത്. ഒഴിച്ച വെള്ളത്തിൽ അരി വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് അരി വേവിച്ചെടുത്താൽ മതി. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതൊരു 20 മിനിറ്റ് കൊണ്ടൊക്കെ ആയി കിട്ടും. ഇനി അതിലും വേഗത്തിൽ വേണമെങ്കിൽ കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. പക്ഷേ കൂടുതൽ വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരപ്പാനിയിലിട്ടിട്ട് അരി നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി നല്ല ലൂസായിട്ടാണുള്ളത്. നമ്മൾ ചട്ടകം കൊണ്ട് ഇളക്കുന്ന സമയത്ത് ഉരുളി തെളിഞ്ഞ് കാണാനായിട്ട് പറ്റുന്നില്ല, ശർക്കരപ്പാനി ഒഴുകി പോവുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് കുറുകി നല്ലോണം ഒന്ന് വരണ്ടു വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ശർക്കരപ്പാനി നല്ലോണം ഒന്ന് കുറുകിയതിന് ശേഷം മാത്രം നെയ്യ് ചേർത്താൽ മതി. ഇപ്പോൾ ഏകദേശം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെയ്യിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരട്ടിയെടുക്കാം. നമ്മൾ കൂടുതൽ ശർക്കര ചേർക്കുന്നതിനനുസരിച്ച് കൂടുതൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ ബാച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പായസം ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട്. ചട്ടകത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞു. നമ്മൾ പായസം ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ശ്രീ എന്ന് എഴുതിയിട്ട് ഇളക്കുകയാണെങ്കിൽ ചട്ടകം പായസത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പറയുക. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നേരത്തെ പോലെ തന്നെ നെയ്യൊക്കെ ഉള്ളിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉരുളിയൊക്കെ നല്ലോണം ഒന്ന് തെളിച്ച് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിലെ പായസം ചട്ടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതിൻ്റെ സ്പീഡ് നല്ലോണം കുറഞ്ഞു, മുറിഞ്ഞു മുറിഞ്ഞു വീഴാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് നെയ്യും കൂടി ഉണ്ട്, അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ നെയ്യും ശർക്കരയൊന്നും പായസത്തിൽ അധികമല്ല, രണ്ടും കൂടി യോജിച്ച് വരുമ്പോൾ പായസത്തിന് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി തന്നെ കിട്ടും. ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത്രയും കുറുകിയാൽ മതി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. കൂടുതൽ ദിവസം നിൽക്കണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ തിളയൊന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിപ്പഴം ഇട്ട് കൊടുക്കണം. ഉണങ്ങിയിട്ടുള്ള കറുത്ത മുന്തിരിയാണ് ചേർക്കുന്നത്. ഒരു കൈപ്പിടിയൊക്കെ എടുക്കുക, ഒരു 30 ഗ്രാമൊക്കെ ഉണ്ടാകും. ആദ്യം ഒന്ന് കഴുകി ഉണക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോഴാണ് കഴുകുന്നതെങ്കിൽ
നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തിടുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് വറുത്തിട്ടാൽ മതി. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കൽക്കണ്ടം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 30 ഗ്രാം ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആയാൽ മതി, കരിഞ്ഞു പോകണ്ട. ഈ ഒരു കളർ ആയാൽ മതി. ഇനി ഇത് നെയ്യിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂത്ത് വന്നോളൂ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് പായസത്തിലേക്ക് നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നേരത്തെ വറുത്ത് വെക്കാം കേട്ടോ. നമ്മൾ അരി വേവാനായിട്ട് വെച്ചില്ലേ, അപ്പം തന്നെ വേണമെങ്കിൽ വറുത്ത് വെച്ചാലും എളുപ്പമുണ്ടാകും. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചെറിയ ചൂടുള്ള പായസത്തിലേക്കാണ് നമ്മൾ മുന്തിരിപ്പഴവും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ നമുക്ക് ഓരോ ടീസ്പൂൺ വീതം ഏലക്കായ പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൽക്കണ്ടത്തിൽ 1/2 ഇഞ്ച് നീളത്തിലുള്ള ചുക്കിൻ്റെ കഷ്ണവും ഒരു 5 ഏലക്കായും കൂടെ പൊടിച്ചിട്ട് ഒരുമിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല രുചികരമായിട്ടുള്ള അരവണ പായസം റെഡി ആയിട്ടുണ്ട്. മധുരമൊന്നും മുന്നിലേക്ക് അധികമായിട്ട് നിൽക്കുന്നില്ല. ഇനി നമ്മൾ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഈ ഒരു പായസം കേടാവാതെ ഒരു 3-4 ദിവസമൊക്കെ പുറത്തിരുന്നോളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തിട്ടില്ലേ, അത് നല്ല കൊട്ടത്തേങ്ങ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ദിവസം കേടാകാതെ ഇരുന്നോളും. നമ്മൾ അധികം മൂക്കാത്ത തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ പായസം പെട്ടെന്ന് കേടുവരെ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അരവണ പായസം നിങ്ങൾക്ക് വീട്ടിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.